ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും വീൽ വേസ് വിത്ത് അജയൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കൂലി എന്ന ലോകേഷ് കനകരാജിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ രജനീകാന്ത് സിനിമയെക്കുറിച്ചാണ്. പറയുമ്പം ബ്രഹ്മാണ്ഡമാണ്. ട്രെയിലറും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മോനിക്ക സോങ്ങൊക്കെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. 300 രൂപ കൊടുത്ത് സിനിപോളിസിൽ പോയി AC കണ്ട എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. പടം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ, റുട്ടീൻ രജനീകാന്ത് സിനിമ കാണുന്ന പോലെ ഒരു ശോകം പടമല്ലായിരുന്നു. ഒരു ആവറേജ് റിവ്യൂസുള്ള, ആവറേജ് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു സിനിമയാണ് കൂലി. ഒരുപാട് വാവ് എലിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത, എന്നാൽ സാധാരണമായിട്ടുള്ള ഒരു തല്ല് പടം എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു പടം. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് വലിയ പ്രതീക്ഷകൾ വെച്ച് ലോകേഷിൻ്റെ ഇതിനു മുമ്പത്തെ പടങ്ങൾ ഒക്കെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിരാശ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫലം. കൈദി, വിക്രം പോലുള്ള സിനിമകൾ, ലിയോൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ലിയോ അടിപൊളിയായിരുന്നു. കുറേ വൗ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. കൂലിക്കകത്ത് ഈ ഫിലിമുകളെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം എനിക്ക് മിസ്സായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ എലിമെൻ്റാണ്. ബാക്കി ഫൈറ്റ് സീൻസും മാസം ഒക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇമോഷണൽ എലിമെൻറ്റ് വല്ലാണ്ട് മിസ്സായി പോയിട്ടുണ്ട്. കൈദിക്കകത്ത് നമുക്കറിയാം ആ മകളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, വിക്രത്തിൻ്റെ അകത്ത് മകനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് വരുമ്പം ലിയോയ്ക്കായിട്ടാണെങ്കിലും തൻ്റെ പാസ്റ്റ്, ഫാമിലി, ആ ഒരു അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂലിക്കകത്ത് വരുമ്പം അങ്ങനത്തെ ഒരു സംഭവം എവിടെയൊക്കെയോ ഇല്ല എന്ന് തന്നെ വേണ്ടി പറയാം. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആ ക്യാരക്ടറിനോട് ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യവും കൂലിക്കകത്ത് എനിക്കുണ്ടായതായി തോന്നിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് സൗബിൻ്റെ അഭിനയം അല്ലെങ്കിൽ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. ഒന്നും പറയാനുള്ള, പുള്ളിക്കാരന് കിട്ടിയ റോള് പുള്ളിക്കാരൻ ഏറ്റവും അധികം, അതിനകത്ത് രജനീകാന്തിനെക്കാളും ഒരുപക്ഷെ സ്കോർ ചെയ്തത് സൗബിനാന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി അഭിനയമായിരുന്നു. ശ്രുതി ഹാസൻ വെറുപ്പിച്ചിട്ടില്ല. ശ്രുതി ഹാസൻ്റെ യൂഷ്വൽ ഒരു സീക്വൻസ് ഒക്കെ പോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ മൗനിക്ക സോങ് എന്തുകൊണ്ട് ആ ഒരു പടത്തിനെ പിടിച്ചു നിർത്തുന്ന ഏക ഒരു ഫാക്ടർ വേണമെങ്കിൽ ആ മൗനിക്ക സോങ് എന്ന് പറയാം. നമ്മൾ ആ വീഡിയോ കണ്ട പോലെ ഒന്നല്ല, കുറച്ചധികം എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ആ പാട്ടിനുണ്ട്. കുറച്ചും കൂടെ ബെറ്ററാണ് ആ പാട്ട് തിയേറ്ററിൽ കാണുമ്പോൾ. പാട്ട് അടിപൊളിയാണ്. പിന്നെ യൂഷ്വൽ ഒരു തമിഴ് പടം കണ്ടാൽ എങ്ങനെയാണ്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടി 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 അടി, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. വേറെ എടുത്ത് പറയാനായിട്ട് ഒന്നും ഇല്ല ആ സിനിമയ്ക്കകത്ത്. എന്നാൽ തീരെ മടുപ്പിക്കുന്ന സിനിമയാണെന്ന് വെച്ചാൽ അല്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള, ഒരു തവണയൊക്കെ കാണാൻ പറ്റുന്ന ഒരു പടം. നമുക്ക് ആ ലോകേഷിൻ്റെ കയ്യിൽ നിന്ന് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇത്രയും കാലം ലോകേഷിൻ്റെ സിനിമകൾ കണ്ട് LCUയിലൊക്കെ ഒരു കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പം അതിൻ്റെ ഒന്നും ഒരു 10% പോലും ലോകേഷ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഉള്ള പടമല്ല എന്ന് പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കുറച്ചും കൂടെ പുള്ളീനെ പോലത്തെ ഒരു സംവിധായകൻ ചെയ്യുന്ന പടം എന്ന് പറയുമ്പം നമുക്ക് കുറച്ചും കൂടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അത് മീറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പരാജയവും കൂടെ. പിന്നെ പറയുകയാണെങ്കിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പം കുറേ ക്യാരക്ടേഴ്സ്, കുറേ സ്റ്റാർ അതിൻ്റെ അകത്തുണ്ട്. ആ ബാബുരാജിനൊക്കെ അവിടെ എന്തിനു പ്ലേസ് ചെയ്തു? ഒരു വില്ലൻ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഗുണ്ട, ഒരു ടീമിൻ്റെ നേതാവ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഒരു ഡയലോഗ് പോലും ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു സ്ക്രീൻ പ്രസൻസ് കിട്ടാത്ത രീതിയിൽ ക്ലൈമാക്സിൽ വന്നിട്ട് വെടികൊണ്ട് വീഴുന്നു. അതെന്തിനാണ്? ക്ലൈമാക്സിൽ വന്നിട്ട് അമീർ ഖാൻ എല്ലാവരെയും വെടിവെച്ചിട്ട് തീർക്കുന്നു. സോറി, സ്പോയിലറാണ്, പറഞ്ഞു പോവും. അമീർ ഖാനെയൊക്കെ ശരിക്കും ഒരു റോളില്ല സിനിമയ്ക്കകത്ത്. കുറേ സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ ബീഡി വലിക്കുന്ന കുറേ സീക്വൻസ് കാണിക്കാൻ വേണ്ടി മാത്രം അമീർ ഖാനെ കൊണ്ടുവന്ന പോലെയായിപ്പോയി. അമീർ ഖാൻ ശരിക്കും ആ ഒരു ക്യാമിയോ റോൾ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഇത് സർപ്രൈസ് ഒന്നുമില്ല, ആദ്യമേ കാണിച്ചു, അമീർ ഖാൻ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 5 മിനിറ്റ് സീക്വൻസിൽ എന്താണ് പുള്ളി കാണിച്ചതെന്ന് ഒന്നുമില്ല. പുള്ളിക്ക് അങ്ങനെ എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല. ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നു, കുറച്ച് ശത്രുക്കളെ വെടിവെച്ച് വിടുന്നു, രജനീകാന്തിൻ്റെ കുറച്ച് കോംബോ, കുറച്ച് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ പറയുന്നു. രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മെറ്റീരിയൽ. അത്രേ അമീർ ഖാനെ കുറിച്ച് പറയാനുള്ളൂ. ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക അബദ്ധമാണ്. ഒരു ലോകേഷ് സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്ക്
ഇങ്ങനെയൊക്കെ എനിക്കറിഞ്ഞൂടാ, എങ്ങനെയാ അത് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഓവറോൾ ഒരു പറയുകയാണെങ്കിൽ പടം ഒരു വൺ ടൈം വാച്ചബിളാണ്, കൊള്ളാം. അല്ലാണ്ട് ഓവർ ഹൈപ്പ് വെച്ച് പോകാണ്ട് ഒരു സാധാരണ പടം കാണാൻ പോകുന്നൊരു ഹൈപ്പിൽ പോയാൽ കണ്ടിരിക്കാം. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ ഡ്യൂട്ടിയൊക്കെ കളഞ്ഞ് ഇടയ്ക്ക് പടം കാണാൻ പോയി ഹാഫ് ഡേ സാലറിക്ക് കളയുന്നതിനേക്കാളും ബെറ്റർ ഫ്രീ ആയുള്ള സമയത്ത് തിരക്കലൊക്കെ ഒന്ന് കുറയുമ്പോൾ, ടിക്കറ്റ് റേറ്റൊക്കെ ഒന്ന് കുറയുമ്പം പതിയെ പോയി കൂട്ടുകാരുടെ കൂടെ കൂടി എടാ വാടാ ഒരു പടത്തിന് പോയേക്കാം, ഒരു ചായ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു പടത്തിന് പോവാം എന്നൊക്കെ പറയുന്ന സെറ്റപ്പിൽ പോയൊരു ചായ എല്ലാം കുടിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു രജനീകാന്ത് സിനിമ. അത്രയേ ഈ കൂലി എന്ന പടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.